ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചാൽ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും എത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇന്ന് മോനിക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് രാവിലത്തെ നാഷ്ട പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനിക്ക് സ്നാക്സ് ബോക്സിലേക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ നിന്നിട്ടാ. ഇന്ന് മോനിക്ക് അപ്പോൾ രാവിലെ നീച്ചപാട് തന്നെ പാലൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സ്നാക്സ് ബോക്സിലേക്ക് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് വെച്ചിട്ടാട്ടോ. എപ്പോഴും ഹെവി ആയിട്ടൊന്നും കൊടുത്തയച്ച് വിടലില്ല. ഞാൻ എപ്പോഴും പറയലുണ്ട് മോനിക്ക് 2:30 വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ വന്നതിന് ശേഷം ചോറൊക്കെ കഴിക്കില്ല. അപ്പോൾ ഞാൻ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് ഒന്ന് നെയ്യിലൊന്ന് നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രെഡൊക്കെ നന്നായി ടോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിൽ ഉള്ളിൽ ഫില്ലിങ്ങായി വെക്കുന്നത്, ഞാൻ തലേ ദിവസം തന്നെ പൊട്ടറ്റോ കൊണ്ട് മയോനൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുട്ട കൊണ്ടല്ല, പൊട്ടറ്റോ കൊണ്ടാണ് എപ്പോഴും അടിക്കൽ. അപ്പോൾ അതൊരു ദിവസം വെക്കലുണ്ട്, പിന്നെ അത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തതും കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് പീസാക്കി വെച്ചതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആക്കിയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മോൻക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ കഴിച്ചോളും. അപ്പോൾ അതൊന്ന് 2 പീസായി കട്ട് ചെയ്തതിന് ശേഷം ഒരു ബോക്സിൽ അത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബോക്സിൽ കേക്കാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് അങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ ഒന്ന് കേക്കായിട്ടും എന്തെങ്കിലും ഉണ്ടാക്കിയതായിട്ടാണ് കൊടുത്തയച്ച് വിടൽ. മോനിക്ക് എപ്പോഴും 7:30ക്കാണ് വണ്ടി വരൽ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഫ്ലാറ്റിന് താഴെ തന്നെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി വരൽ. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും മോനെയും കൊണ്ട് ആ ഭാഗത്ത് പോയി നിൽക്കലുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമാട്ടോ. കാരണം എല്ലാവരുടെയും സ്കൂൾ തുടങ്ങുന്ന സമയമായതുകൊണ്ട് കുട്ടികളിനെ എല്ലാവരും പാരൻസ് കൊണ്ടാക്കുന്നതും ഫുൾ യൂണിഫോമൊക്കെ ഇട്ട് കുട്ടികളിങ്ങനെ വന്ന് ഇറങ്ങുന്നതും കാണാൻ നല്ല രസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ഇന്ത്യൻ സ്കൂളാണ് കേട്ടോ, ന്യൂ ഇന്ത്യൻ സ്കൂളാണ്. അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന കുട്ടികളും ഒക്കെ ഒരു നല്ല തിരക്കായിരിക്കും റോഡിലേട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തുറന്ന് നോക്കിയതാട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ, നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട്. കാരണം കുറച്ച് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, എന്നാൽ കൂടെ നമുക്ക് നാട്ടിൽ നിന്ന് അത് കൊടുത്തയക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം, ടേസ്റ്റൊക്കെ ആണല്ലോ. അപ്പോൾ അത് കുറച്ച് ബീഫും തുണ്ടുമീൻ ഉണ്ടായിരുന്നു, പിന്നെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അച്ചാർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം ബീഫ് കണ്ടപ്പോൾ രാത്രിക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളിയും പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ രാത്രിക്ക്. ബീഫ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക ബീഫ് കിട്ടിയിട്ടുണ്ട്, വരുമ്പോൾ പൊറാട്ട മേടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. കാരണം ആ ഒരു കോമ്പിനേഷൻ കഴിക്കാൻ തോന്നിയിട്ടാണ് കേട്ടോ. അപ്പോൾ പൊറാട്ട ആ ഒരു ടൈമിൽ പൊറാട്ട കഴിഞ്ഞ് വന്നിട്ട് ഇക്ക റെഡിമെയ്ഡ് പൊറാട്ടയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് നന്നായി കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.